നിങ്ങൾ കല്യാണത്തിന് തയ്യാറെടുക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മുട്ടൻ പണിയിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നല്ലേ? നമ്പർ 1, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങളുടെ വെഡ്ഡിങ് ഡേറ്റ് കിട്ടിയ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ വളരെ തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ടതൊന്ന് ബ്ലൗസാണ് കേട്ടോ, ബ്രൈഡിൻ്റെ ബ്ലൗസ്. അപ്പോൾ നമ്മൾ ഒരു കല്യാണ സാരി എടുത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യരുത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, നമ്മൾ എന്താണോ കല്യാണത്തിന് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം ഡിസൈൻ നമ്മളൊന്ന് സാമ്പിൾ എടുത്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രം സെയിം ടൈലറെ കൊണ്ട് തന്നെ നിങ്ങൾ വെഡ്ഡിങ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇതെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും കേട്ടോ. നമ്പർ 3, ഓർണമെൻറ്റ് സെലക്ഷൻ ആൻഡ് സെറ്റിംഗ്. അത് ബ്രൈഡ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ജ്വല്ലറി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. സെൻറ്റിമെൻ്റൽ ജ്വല്ലറി എല്ലാം നമ്മൾ ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറി വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇത് രണ്ടും കൂടെ വെച്ച് നോക്കി മാച്ച് ആവുന്നുണ്ടോ എന്നെല്ലാം നോക്കി ഇട്ട് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും, പിന്നെ കാണാനൊരു അഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാം നോക്കിയിട്ട് മാത്രം ഓർണമെൻറ്റ്സ് വാങ്ങിക്കുക. അപ്പം നമ്പർ 4, സമയപരിധി മൂലം ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ചെയ്യുകയാണെങ്കിൽ താഴെ കമൻറ്റ് ഇടുക. ഇത് കൂടാതെ നിങ്ങളുടെ എല്ലാ കല്യാണം കഴിക്കുന്ന സുഹൃത്തുക്കൾക്ക്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.